നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്കും വിഘടനവാദങ്ങൾക്കും നേതൃത്വം നൽകിയ ദ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളികളായ കൊടും ഭീകരർ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നത് പലപ്പോഴും പാക് ഭരണകൂടത്തെ ഞെട്ടിക്കാറുമുണ്ട്. 2023 ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് അജ്ഞാതരുടെ വെടിയേറ്റ് കാനഡയിൽ കൊല്ലപ്പെട്ടതും അതേ തുടർന്ന് ഇന്ത്യ കാനഡ ബന്ധം വഷളായതും നമ്മൾ മറന്നിട്ടില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യയുടെ ഏജൻസികളാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റ് ഇന്ത്യക്ക് മോസ്റ്റ് വാണ്ടഡായ 30-ലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബൈക്കിലെത്തുന്ന അജ്ഞാതർ ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഹംസ ബുർഹാൻ 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഇയാൾ 2026 മെയ് മാസത്തിൽ, അതായത് കഴിഞ്ഞ ആഴ്ച, പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അമീർ ഹംസ ലക്ഷറി തോയ്ബയുടെ സഹസ്ഥാപകനായ ഇയാൾ 2026 ഏപ്രിൽ ലാഹോറിൽ വച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഷെയ്ഖ് യൂസഫ് അഫ്രീദി ലക്ഷറി തോയ്ബയുടെ ഉന്നത കമാൻഡറും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയുമായ ഇയാൾ 2026 ഏപ്രിലിൽ ഖൈബർ പത്തുൻഖയിൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. ഷാഹിദ് ലത്തീഫ് 2016 പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജയ്ഷെ ഇ മുഹമ്മദ് കമാൻഡറുമായ ഇയാൾ 2023 ഒക്ടോബറിൽ സിയാൽകോട്ടിൽ വച്ച് കൊല്ലപ്പെട്ടു. പരംജിത് സിംഗ് പച്വാർ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവനായ ഇയാൾ 2023 മെയ് മാസത്തിൽ ലാഹോറിൽ വച്ച് കൊല്ലപ്പെട്ടു. സഹൂർ മിസ്ത്രി 1999 ഇന്ത്യൻ എയർലൈൻസ് ഹൈജാക്ക് ചെയ്ത സംഘത്തിലെ പ്രധാനി. ഇയാൾ കറാച്ചിയിലെ അക്തർ കോളനിയിൽ വച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. ഇതൊക്കെ കൊല്ലപ്പെട്ട കൊടും ഭീകരരിൽ ചിലർ മാത്രം. ഇതുപോലുള്ള നിരവധി ഭീകരവാദികൾ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണങ്ങൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ കൂടുതലും ബൈക്കിലെത്തിയ ആക്രമികൾ വെടിവെച്ച് കടന്നുകളയുന്ന രീതിയിലാണ് നടന്നിട്ടുള്ളത്. ലക്ഷറി തൊയ്ബ, ജയ്ഷെ ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിലെ ഉന്നത കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ഒരു രാജ്യവും ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാൻ ഏജൻസികൾ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ചാരസംഘടനയായ റോ ആണെന്നാണ് ആരോപിക്കുന്നത്. ഇന്ത്യൻ സർക്കാരോ സുരക്ഷാ ഏജൻസികളോ ഈ ആരോപണങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തി പിടികിട്ടാപ്പുള്ളികളായി പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്നവരാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. 2016 പത്താൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം പോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും ഇന്ത്യയിലേക്ക് ആയുധങ്ങളും ഫണ്ടും എത്തിക്കുന്നവരുമാണ് ഇതിലേറെയും. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഇത്തരം ഭീകരരെ ഉന്മൂലനം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2023 മുതൽ ഇത്തരം കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ ഒരു പ്രത്യേക പാറ്റേൺ തുടരുന്നതായി കാണാം. ആ വർഷം 7 മാസത്തിനിടെ 7 ഭീകരവാദികളാണ് സമാന സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടത്. സ്വന്തം സുരക്ഷിത താവളങ്ങളിൽ ഇവർ വെടിയേറ്റ് വീഴുമ്പോൾ അത് വെറുമൊരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ രീതി മാറുന്നു എന്ന് വേണം അനുമാനിക്കാൻ. വെറുമൊരു ആക്രമണമല്ല, മറിച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ടാർഗറ്റിംഗ് കില്ലിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. മിക്കപ്പോഴും മോട്ടോർ സൈക്കിളുകളിലെത്തുന്ന അജ്ഞാതർ ജനക്കൂട്ടങ്ങൾക്കിടയിലോ പള്ളികളിലോ വച്ച് ഒരു പിഴവും കൂടാതെ കൃത്യം നിറവേറ്റി മടങ്ങുകയാണ് പതിവ്. കൊല്ലപ്പെട്ടവർ മുഴുവൻ ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിലുള്ള കൊടും ഭീകരരായതിനാൽ ഇന്ത്യൻ ഏജൻസികളാണ് ഇതിന് പിന്നിലെന്ന ശക്തമായ വാദം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.
ഗ്യാങ് വാറുകളാണ് ഇതെന്നും പറയുന്നവരുണ്ട്. ഗ്യാങ്ങുകൾ തമ്മിലുള്ള കുടിപ്പക കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന രീതി. അതൊന്നുമല്ല, പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമല്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ബോധ്യപ്പെടുത്തുവാൻ, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ പാക് സർക്കാർ തന്നെയാണ് ഈ ഭീകരരെ വകവരുത്തുന്നത് എന്ന ഒരു വാദവും ഉണ്ട്. എന്തൊക്കെയായാലും കൊല്ലപ്പെടുന്ന ഭീകരർ മുഴുവൻ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടവരാണ്. കാനഡയിൽ വച്ച് അജ്ഞാതരാൽ കൊല ചെയ്യപ്പെട്ട ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവിന്റെ സംഭവവും പാകിസ്ഥാനിൽ നടക്കുന്ന ഈ സംഭവങ്ങളും ഒത്തുനോക്കുമ്പോൾ ഒരു സംശയമില്ലാതെ പറയാം, ഇതിന്റെ പിന്നിൽ ഇന്ത്യ തന്നെയാണ്, ഇന്ത്യൻ ഏജൻസികൾ തന്നെയാണ്. ഒരു പുതിയ തന്ത്രം, പാക് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഒരു പുതിയ നിഴൽ യുദ്ധം. അപ്പോൾ മറ്റൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.